6 മണിക്ക് നാട്ടിൽ പോകേണ്ട ഒരു മനുഷ്യനാട്ടോ. എന്താ മാറ്റിയിട്ടും പാടല്ല. എന്താ നമ്മുടെ ബക്കർക്ക് നമ്മളെ കൊണ്ടാക്കാനുള്ള ഡ്രൈവറാണ്. ഒരു ഹായ് പറയ്. ബൈ. ഹായ് ഹായ്. ഈ വണ്ടിയിലാണ് പോണത് എയർപോർട്ടിലേക്ക്. എന്താ നമ്മളെ ഡ്രൈവർ ബക്കർക്ക. നല്ലൊരു മഴക്കുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോ നാട്ടിൽ പോവാണ് നമ്മുടെ കോക്കൂര പോവല്ലേ? ആ വരുന്ന മുതല് നാട്ടിൽ പോണ മനുഷ്യൻ. പോയെന്നുണ്ടാവും ചേച്ചി. ഇന്നലെ നല്ലൊരു ആക്സിഡന്റ് നടക്കുന്നതാണ്. തലനാഴി ആ വണ്ടി ഇത്രയും കൊണ്ടിരുന്ന് നിർത്തി. ഓന് റോങ് സൈഡ് കയറുന്നു. എങ്ങനെയാണെന്ന് പറഞ്ഞു. എത്ര കുറച്ച് ദിവസം കൊണ്ട് 2000 എന്താ നമ്മള് 2 ദിവസം കൊണ്ട് കുറച്ച് ആള് കയറിട്ടോ. അതിന് സബ്സ്ക്രൈബ് ചെയ്തു. അവൻ വരുമ്പോ 1000 വന്ന് 2 ദിവസം ആകുമ്പോ കോക്കൂര നാട്ടിൽ പോകുമ്പോ ഇടങ്ങറുണ്ടോ? സന്തോഷം. അവൻ ചോദിക്കണ്ടോ പറയുമോനെ? നമ്മളെ റൂമിന്റെ ഓണറാ. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര കൊല്ലായിട്ടുണ്ടോ? അവര് വന്ന് എന്തിനാ? അത് സെൻസസ് എത്ര ആളുണ്ടെന്നൊക്കെ അറിയാം. എത്ര ആളുണ്ടെന്നൊക്കെ അറിയാം. ആടാ മൊത്തത്തിൽ ഒരു കഴിഞ്ഞ കൊല്ലം അതിന്റെ മുന്നത്തെ കൊല്ലൊക്കെ ഉണ്ടായിരുന്നല്ലോ സെൻസസ്. ഷോപ്പ് ഈ ഷോപ്പ് എവിടെയാണ്, അതിൽ എത്ര ആൾ വർക്ക് ചെയ്യുന്നത്, അവരെ അക്കോമഡേഷൻ എവിടെയാണ്, അതൊക്കെ അതിന്റെ സെൻസസാണ്. ഞങ്ങളെ ഷോപ്പിൽ വന്നിരുന്നു. മുന്നത്തെ കൊല്ലൊക്കെ ഉണ്ടായിരുന്നല്ലോ. റോഡൊരു രക്ഷയില്ല. എന്താ ഒരു കുണ്ടുമില്ല, ഒന്നുമില്ല. പച്ചമുളക് റെസ്റ്റോറൻറ്റ്. പച്ചമുളക് ക്ലാസിക് ഇന്ത്യയിലെ പച്ചമുളക് റെസ്റ്റോറൻറ്റ്. കണ്ടില്ല ഓന്റെ ഷർട്ടൊക്കെ 10 ഗ്രാംസ് ഉള്ളു. 10 ഇല്ലടാ 6.5. എന്താ മൊഞ്ചാണ്. നമ്മുടെ ഗോൾഡ് വിങ് വണ്ടിയൊക്കെ ബാക്കിലുള്ള
പോവാൻ പേടിണ്ടല്ല. ലോങ് ട്രിപ്പിനൊക്കെ പറ്റിയ സാധനം. അത് ഊരവേദന സാധനം ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലെ ഒരു ട്രാവലർ അല്ല, ഒരു വ്ളോഗർ ഉണ്ട്, മല്ലു ട്രാവലർ. ഓൻ്റെ ഇപ്പൊ ഉള്ള ഓൻ്റെ അടുത്തുള്ള വണ്ടിയാ. 45 ലക്ഷം 46 ലക്ഷം റുപ്യ ഉണ്ട്. നിസ്കാരക്കും കഴിഞ്ഞിട്ടേ വീണ്ടും യാത്ര തിരിച്ചു എയർപോർട്ടിലോട്ട്. നമ്മള് ഒരുമിച്ച് എയർപോർട്ടിൽ നിന്ന് വന്നപ്പോ അന്നെ വിളിച്ചിട്ട് വന്നില്ലേ? ഒന്നാണ് ഞാൻ ആദ്യം കയറുന്നത് ഈ വഴിയില്ല. അങ്ങനെ വഴി ഞാൻ അവിടെ പോയി ഊട്ടാൻ ഇറങ്ങിയാറില്ല. എവിടെ പോയിട്ടാ? അവിടെ പോയിട്ടാ. അവിടെ ഗൈസ് ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ടേ ഇറക്കില്ലേ? അങ്ങനെ റാസൽ ഖൈമ എയർപോർട്ട് എത്തി. പക്ഷെ എയർപോർട്ട് ഒന്ന് കാണാലോ കേട്ടോ. ഇന്റർനാഷണൽ എയർപോർട്ടാ. ഇതാണ് റാസൽ ഖൈമ ഇന്റർനാഷണൽ എയർപോർട്ട്. അറൈവിംഗ് ടെർമിനൽ. ഒരു കുഞ്ഞു എയർപോർട്ടാണ്. പുറത്തുനിന്നൊക്കെ ചെറുതാണ്, ഉള്ളിൽ ബഹറാണ്. ബഹർ റാസൽ ഖൈമ ഏറ്റവും ട്രാവൽ ചെയ്യാൻ ഏറ്റവും സുഖമുള്ള എയർപോർട്ടാണ്. ഒരു ടെൻഷനും കാര്യമില്ല. നമ്മൾ അടുക്കളയിൽ കൊണ്ടിറക്കി തരും. തീർച്ചയായും അവിടെ ഒരു ട്രോളി ഓടിക്കുന്ന വണ്ടി ഡോറൊക്കെ ശ്രദ്ധിക്കാൻ. അപ്പോ ചെക്ക പോവാണ്. ഇതിൽ തൂക്കിയ കത്താവൂലേ? ബാക്ക് പോക്കറ്റിൽ വെച്ചടാ. ഇതില് ബാക്കിലല്ലേ ഇതിമ്മ ട്രോളി ഒന്ന് കയറ്റിക്കാം. അവിടെ തിരക്കല്ലേ? അവിടെ ട്രോളി കയറ്റുന്ന. അപ്പോ എയർപോർട്ടിൽ വിട്ട് ഞങ്ങൾ തന്നു റിട്ടേൺ ടു നമ്മുടെ വീട്ടിലോട്ട്. അതൊക്കെ ഒരു സംഖ്യയാണ്. ആയിട്ടില്ല. 1 മില്യൺ ആവണം. അങ്ങനൊന്നുമില്ല. 1000 ആൾക്കാരോ. 1000 ഇപ്പൊ 2000 ആയില്ലേ? പറഞ്ഞിട്ട് കട്ടാക്കി ആ സൗണ്ട് ഞാൻ മാറ്റി ഒഴിവാക്കും. അല്ല യാത്ര ചെയ്യാനേ ട്രാവൽ ചെയ്യാനേ റാസൽ ഖൈമ എയർപോർട്ട് വളരെ സുഖമാണ്. തിരക്കില്ല ഒന്നും. പിന്നെ നമുക്ക് വരാനും പോകാനും എളുപ്പമാണ്.
ഷാർജ പോലെ ഒരാൾക്ക് വരുമ്പോ കൺഫ്യൂഷൻ ഒന്നും വരുന്നില്ല. എന്റെ വൈഫ് എന്നുള്ളത് വന്നിട്ട് തന്നെ ഫസ്റ്റ് വരല്ലേ ഒരു കുഴപ്പമുണ്ടായില്ല. കാരണം ആ ഡോർ കയറ്റിക്കണോ, ഒന്ന് കയറ്റിക്കണോ ബാക്കത്തെ ഗ്ലാസ് ആ രണ്ടും കയറ്റിക്കണോ ഈ സൈഡ്. വൈഫ് വരുമ്പോഴേ ഓൾക്ക് വലിയ വിഷയം വന്നിട്ടില്ല. എളുപ്പമാണ്, ടെൻഷൻ ഇല്ല. ഓള് ഇവിടെ ഇറങ്ങിന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വിട്ട് ഞാൻ എന്നിട്ട് ഇവിടെ ഇറങ്ങണത് 1 മണിക്കേറ്റാ. ഞാൻ ഓള് എടുക്കാൻ പോയത് എപ്പോഴാ 1:30 ഞാൻ ഇവിടുന്ന് പോണ്. അല്ല 1 മണിക്ക് ഞാൻ നമ്മുടെ റൂമിൽ നിന്ന് ഞാൻ 1 മണിക്ക് പോണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. റോഡ് അല്ല ഒരു തന്നെ